ഈവനിങ്ങിൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കളികൾ കളിക്കും, എന്നിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ എങ്ങോട്ടാണ് കളിക്കാൻ പോകാൻ, അങ്ങോട്ട് നമുക്ക് പോകാൻ. ബൈ. ചേട്ടൻ ചോട്ടാണ് കേട്ടോ, ചേട്ട. അപ്പൊ ഇതാണ് ഞങ്ങളെ കളിക്കാൻ പറ്റിയ സംഭവം. മഴ ചാറുണ്ട്. ഇവിടെ ആ മരാട്ടങ്ങൾ എപ്പോഴും കളിക്കുക. ഈ മരം ഞങ്ങള് ഞങ്ങളുടെ ബോട്ടാക്കിയിട്ടാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ. കാരണം ഈ ഇലകളാകുമ്പോ തിരമാല പോണ ഒരു സൗണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ ഗൈസ് ഇവിടെ ഇച്ചിരി ഓർക്കപ്പിടി കിടക്കണ്ട. അപ്പൊ ഞങ്ങൾ സ്നാക്സ് പോലെയൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ഓർക്കപ്പിളി ഞങ്ങൾക്ക് ആർക്കൊക്കെ ഓർക്കപ്പിളി ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ. അത് മധുരോ പുളിയൊക്കെ അടിപൊളിയാണ്. എനിക്ക് കുട്ടിയായോ? ഇതാണ് ഇത്തൂന്റെ മരം, ഇതാണ് ഇന്റെ മരം, ഇതാണ് ഇന്റെ സ്ഥലം. ഞാനെപ്പോഴും ഇത് മേലേക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് മേലക്കാവാം. ഗായ്സ് ഓക്കെ. അങ്ങനെ ഇനി എവിടെയെങ്കിലും പിടുത്തം കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. I love to jump like this and we have fun here. മഴ തുള്ളി ചാറുന്നുണ്ട്. ഇവിടെ മരമുള്ള അങ്ങനെ എത്തൂല. നമ്മൾ കുറെ അടക്കാപ്പഴകൾ പച്ചയായി നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്തത് കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടുതൽ നമ്മൾ കഷ്ടപ്പെടണം. അധികം മോളിലാണ് ഗായ്സ് എന്നെ കാണുന്നുണ്ടോ? ഇപ്പൊ ഇതാ അവിടെ താഴത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കാൻ സ്ഥലമില്ല. അത് അങ്ങനെ ചീരകളുണ്ടായിട്ടാണ്, അങ്ങനെ ചവിട്ടാനും പറ്റൂല. കാറ്റ് ഫുള്ള് ചീരകളാണ് ഗായ്സ്. ചീരനൊന്നും ചവിട്ടാൻ പറ്റൂല. കണ്ടോ, ഇതൊക്കെ ചീരയാണ്. പിന്നെ ഗായ്സ് ഞങ്ങൾ എന്താ വീഡിയോ ഇട്ടിട്ട് ഗായ്സ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. അവിടുന്ന് ചടിയതാ ഇവിടെ എത്തി. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഗായ്സ്, പേടിക്കണ്ട. ഇത് ഇടക്കിടക്ക് ഉണ്ടാവാനാ. ചില ടൈമിൽ ഞാൻ പൊലിങ്ങനെ വന്ന് നിൽക്കും ഗായ്സ്. അത് നിങ്ങൾ കാണേണ്ട ടൈമിൽ ഗായ്സ് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇതാണ് ഞങ്ങൾ കളിക്കാനുള്ള സ്പേസ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞങ്ങളിത് ബോട്ടാക്കിയിട്ടാട്ടോ കരുതുക. ബോട്ടാണ്. കുട്ടികൾക്കൊന്നും അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. ആക്കാനൊക്കെ പറ്റും. എന്താ, കുട്ടികൾ ഇവിടെയാണ് ഇരിക്കാറ്. ഈ മരം ഇങ്ങനെയാണ് ഇരിക്കാറ്. ഞങ്ങൾ പിന്നെ ഇവിടെ കയറിക്കൊക്കെ ചെയ്യും. മഴ സമയത്ത് വരണം ഗൈസ്. രസമാണ് കേട്ടോ, അടിപൊളി, നല്ല രസമാണ്. പിന്നെ ഇവിടെ നിന്നാൽ അത്രയൊക്കെ കൊള്ളൂല. കാരണം 2 മരത്തിൻ്റെ കൂടി ലീവ്സ് ഇവിടെ നല്ല കൂടി നിൽക്കണം. അതുകൊണ്ട് വരുന്ന 2-3 തുള്ളികളൊന്നും ഇല്ല. പിന്നെ ഈ മരത്തിനുള്ള ഒരു പ്രത്യേകത ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഇവിടെ ഇതിലത്തെ ഉറുമ്പാളോട് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചാൽ, ഇതിന് കയറിട്ടേന്ന് പെർമിഷൻ ചോദിച്ചാൽ ഈ കൊമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റക്ക് ആകും. പെർമിഷന്റെ ഡേറ്റ് കഴിഞ്ഞു എന്നുള്ള അടയാളത്തിന് 2 വീക്സ് കഴിഞ്ഞാൽ ഈ കൊമ്പ് ഇതിന് പുറത്തേക്ക് വരും. ശരിക്കും ഗൈസ് നുണയാണ് നിങ്ങൾ വിചാരിക്കരുത്. എക്സ്പയറി ഡേറ്റ് ഈ മരത്തിൻ്റെ കഴിഞ്ഞാൽ ഉറുമ്പാള ഞങ്ങളുടെ മേത്തിലോട്ട് കയറുന്നതാണ്. പിന്നെ ചൂടാണിത്. ഇവിടെ പോയിട്ട് ചോദിക്കും അവരോട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കണ ആ സമയം കൊണ്ട് എങ്ങനെയെന്നറിയില്ല ഇവിടെ അത് ലോക്കാണ്. നുണയാണെന്ന് വിചാരിക്കരുത്. ഇനി ഞങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടെ വരാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളാണ് ഈ കൊണ്ടകളൊക്കെ സ്പോട്ടാണ് ഇവിടെ. ചില ടൈമിൽ ഉപ്പും മുളകും പാത്രത്തിൽ ഇട്ടുകൊണ്ടും ആരും അറിയാതെ ഗൈസ്. എന്നിട്ട് ഇവിടുന്ന് ഓർക്കാപ്പിൾ ഇങ്ങനെ പറിച്ച് അതിൽ മുക്കി ഇങ്ങനെ കഴിക്കും. അടക്കാപ്പഴമൊക്കെ പറിച്ചിട്ട് കഴിക്കും.
നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ കഴിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, ആ ഫ്രൂട്ടിൻ്റെ പേരെന്നറിയില്ല. പിന്നെ ഒരു അടക്ക, പഴമരം, എന്താ ഓർക്കാപ്പുളി, ചീര, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കഴിക്കാൻ പറ്റും. ഇവിടെ നിൽക്കട്ടെ, അപ്പം വരെ അമ്പാങ്ങി ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇവിടെ മുമ്പ് ഒരു വീടുണ്ടായിരുന്നു, ആ വീട് പൊളിച്ചതിന്റെ എളയമാന്റെ വീടാണ് എളയമാന്റെ സ്ഥലം. ഈ ഫ്രൂട്ട് കണ്ടത് പഴുത്തതല്ല തോന്നുന്നു. അത് പഴുത്തതല്ല, പഴുത്തത് മഞ്ഞ കളറാണ് കേട്ടോ ഗൈസ്. അത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കഴിക്കാൻ കുരുകളുണ്ട് കേട്ടോ. പക്ഷെ പഴുത്തതല്ല. പഴുത്തത് ഞാൻ നോക്കട്ടെ. ഈ ഐ തിങ്ക് ഇത് പഴുത്തതാ തോന്നുന്നു. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നമുക്ക് പഴുത്തത് നോക്കാം. നെന്നൂന് എന്തോ കിട്ടിയിട്ടുണ്ട്, അവളെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കുറേ ഉണ്ട്. ബൈ ഗായ്സ്, നമുക്ക് അവിടെ പോയി നോക്കാം. ഗായ്സ് ഇതിൻ്റെ ക്ലേ ആണ്, നോക്കിക്കോളൂ. ഇതാ കണ്ടോ കുഞ്ഞത്, ഇതാ ഇത് ബുഷ്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ചെറുതാണത്. ഇതാ കണ്ടോ ഗായ്സ്, ഇതേപോലൊരു സാധനം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിത് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ കിട്ടും. ആണ് ഇതാ ഈ സാധനമാണ് നമ്മൾ കഴിക്കുക. പക്ഷെ അതൊന്നും പഴുത്തിട്ടില്ല. പഴുക്കാത്തത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഇവിടെ ആവശ്യം കൊതുകുണ്ട്, മഴ തുള്ളിടുന്നുണ്ട് കേട്ടോ. ശരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ചീരാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ പറിച്ച് കൊണ്ടുപോകും. ഇഷ്ടം പോലെ ഉണ്ട് ചീര. ഇവിടെ ബ്രിഞ്ചാളുണ്ട്, ചീര ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ മുരിങ്ങ ഉണ്ട്, മുരിങ്ങാക്കോലുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഞാൻ തിന്ന് കാണിച്ചരാ. തിന്നാൻ പറ്റാത്തതാണ് വിചാരിക്കുന്നത്. എൻ്റെ തൊലിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ തൊലി കഴിച്ചില്ല. മുരിങ്ങ പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആട്ടോ ഗൈസ്. പാഷൻ ഫ്രൂട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, അവിടെ പപ്പായൻ്റെ കുഞ്ഞതുകളുണ്ട്, ഇനി പഴുക്കണം. നടക്കാൻ സ്ഥലമില്ലാത്ത അങ്ങനെ ചീരകളാണ് കേട്ടോ. അതാ കണ്ടോ, ഇവിടെയൊക്കെ ചീരകളാണ്. ഗൈസ് നിങ്ങൾ നോക്കണ്ടാവും ഞങ്ങളുടെ താത്ത ചെല്ലി എവിടെയാണ്. ഓള് ദീദിൻ്റെ കൂടെ മണ്ണാർക്കാട് പോയതാട്ടോ ഗൈസ്. ഞങ്ങളുടെ ദീദിയുണ്ട്. ദീദിൻ്റെ വീഡിയോസ് ഇനി കുറേ വരും. കുറേ വരാൻ കിടക്കുന്നുണ്ട്. 1 തരം മുതലാണത്. അപ്പം ഗായ്സ് ഇത്ര ഉള്ളു. ഇവിടെയാണ് ഞങ്ങൾ കളിക്കുക. അവിടെ ഒരു അമ്പായങ്ങന്മാരുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. കൊതുകൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് അമ്പാഴങ്ങ മരം. ഇതാ അമ്പാഴങ്ങ. അമ്പാഴങ്ങ പക്ഷെ അത് കുറച്ചും കൂടി വലുതാകാനുണ്ട് കേട്ടോ. അമ്പാഴങ്ങ നല്ല ടേസ്റ്റാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെതും കുറേ പൂവിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ വളരുന്നവരെ നമ്മൾ കാത്തു നിൽക്കണം. അപ്പം ഇനി ഗൈസ് നമുക്ക് നമ്മുടെ അടക്കാപ്പഴം മരത്തിലേക്ക് തന്നെ പോകാം. തിരിച്ചു പോവാം. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ. ഇടക്കിടക്ക് ഈ വള്ളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞാൻ വീണിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചാടാം. എനിക്ക് ഈ ബ്രിക്സിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഇത് വലിയ കാട് എന്ന് പറയാൻ മാത്രമല്ല, അവിടെ നിങ്ങൾ വിചാരിക്കും. ശരിയാണ്, അത്ര വലിയ ഇലയൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇച്ചിരി ഇലയുള്ളത് കണ്ട് തന്നെ ഞങ്ങൾ ഇതൊരു കാടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാടല്ല, പക്ഷെ ഞങ്ങൾ പാലത്ത് കൂടെ അങ്ങനെ നടക്കുന്ന പോലെ കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
സഞ്ചോഷമൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങളിങ്ങനെ വൃത്തിയായിട്ടുള്ള പാടായിട്ടുള്ള ഞാനിവിടെ എത്തിയില്ല. ഞാൻ ചെറുതായിട്ട് ഈ കൊമ്പത് പോന്നു. ഗായ്സ് അവിടെ ഒരാൾ നിന്ന് ഹലോ ഗായ്സ് പറയുന്നുണ്ട്. എവിടെയാ കുട്ടി? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ശബ്ദമൊക്കെ കേട്ടിട്ട് വാ ഗൈസ് നമുക്ക് പോയി നോക്കാം. ഗായ്സ് കുറേ ഓർക്കാപ്പിളുണ്ട് ഗായ്സ്. ഇതൊക്കെ വലുതായിട്ടുണ്ടല്ലോ. വലുതായിട്ട് ഞാൻ കാണിച്ചു വലിയ വലുതായിട്ടുള്ള ഞാൻ കാണിച്ചു. കമാ ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ വലുതുണ്ട്. ഇത് ഫേവറേറ്റ് ആണ്. ഇതൊക്കെ ഇവിടെ കുറേ വലുതായിട്ടുണ്ട്. എവിടെയാണ് ഹലോ ഗൈസ് പറയുന്നത്? നമുക്ക് ഹലോ ഗൈസ് പറയുന്ന കുട്ടിയെ കാണാം. ഹലോ ഗൈസ് പറയുന്ന കുട്ടിയെ കാണുവാനില്ല. ഭയം. ഇതത്ര വലിയ പുള്ളിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ഗൈസ് എന്താ പറയാൻ നിന്നേ. അപ്പോൾ ഗൈസ് ഒക്കെ പോയി ഒക്കെ കൊളായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാത്തിരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ ഇഷ്ടം അവർക്ക് കമൻറ്റ് ചെയ്യുക. പേരും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നെയിം മീറ്റിംഗ് ചലഞ്ച് ആയിട്ടാട്ടോ വരിക ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. അപ്പോൾ ബൈ ബൈ. See you tomorrow. Bye bye.